ഇന്ന് ലെമൺ റൈസ് ഉണ്ടാക്കുകയാണ്. അത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താം. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ്. കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. ഇനി അതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ അരി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. മഞ്ഞൾപ്പൊടി, നെയ്യ്, കടുക്, നാരങ്ങാനീര്, പൊട്ടുകടല, നമ്മുടെ കപ്പലണ്ടി വേണമെങ്കിലും ചേർക്കാം, കറിവേപ്പില, എനിക്ക് മല്ലിയില ഇഷ്ടമുള്ളതുകൊണ്ട് മല്ലിയില, അണ്ടിപ്പരിപ്പ്. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ ചിലപ്പോൾ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ കുക്കറിൽ ലെമൺ റൈസ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ അടുപ്പ് കത്തിക്കുകയാണ്. അതിനുശേഷം ഒരു കുക്കർ എടുത്തു വെച്ചു. അതിലേക്ക് ആദ്യം നെയ്യിടാം. അതിനുശേഷം കടുകിടാം. ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടി. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഈ കുറച്ച് വെച്ചു. അതിനുശേഷം നമുക്ക് പൊട്ടുകടല ഇടാം. പൊട്ടുകടലയും അണ്ടിപ്പരിപ്പും ഇട്ട് അതൊന്ന് ചുമക്കണം. ഇപ്പോൾ ഏകദേശം ചുവന്ന് വന്നു. ഇനി ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇട്ടത്. മഞ്ഞപ്പൊടിയുടെ ആ ഒരു ഇത് ചുവപ്പ് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് അരി ഇടും. ഈ അരി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. ആ മഞ്ഞപ്പൊടിയുടെ കുത്തൽ മാറുന്ന വരെ ഒന്ന് ഇളക്കി. അതിനുശേഷം നമ്മൾ അതിലേക്ക് നാരങ്ങയുടെ ആ കുരുവൊക്കെ കളഞ്ഞ് അരിച്ച് വെച്ചതാണ്. ആ നീര് ഒഴിച്ചു. എന്നിട്ട് ഒന്ന് ഇളക്കുക, എല്ലായിടത്തും പിടിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് ഉപ്പിടണം. ഉപ്പിൻ്റെ കാര്യം ഞാൻ കാണിക്കാൻ മറന്നുപോയി. നമുക്ക് ഉപ്പാണ് അടുത്ത് വരുന്നത്. അതിൽ ഞാൻ ഒരു 3/4 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് മതിയാവും, കാരണം 1 ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി അതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീരകശാല അരിയാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. 1.5 ഗ്ലാസ് അരി എടുത്തു. പിന്നെ അതിനെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം. 1 മിനിറ്റ് നോക്കി നോക്കട്ടെ. ഉപ്പുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കത് മതി. ഇനി വെന്തിട്ട് നമുക്ക് നോക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ഇങ്ങോട്ട് എടുക്കും. അതിനുശേഷം തീ കൂട്ടിയിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ഞാൻ മാറ്റിയെന്ന്. അപ്പോൾ ഇങ്ങനെ വെള്ളം തിളച്ച് പുറത്തേക്ക് ഇങ്ങനെ പോവും. അത് എയർ വന്നിട്ട് ആ വെള്ളം പോലും നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്യും. എന്നിട്ട് ആ വെയിറ്റ് ഇടും. ഇപ്പം വെള്ളം തെറിക്കുന്നുണ്ട്. ആവിയും പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമോയെന്ന് എനിക്കറിയില്ല. ഏകദേശം ആവിയൊക്കെ പോയി. അപ്പം ഞാൻ ഇതിവിടെ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് ഇതിൽ ഞാൻ വെയിറ്റ് ഇടും. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. ഈ ആവിയിലാണിത് വേവുക. ഇനി നമുക്ക് എയർ പോയോന്ന് നോക്കാം. പോയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ, നമ്മുടെ ലെമൺ റൈസ് എങ്ങനെയുണ്ട് എന്ന്. വാവ്, നമുക്ക് അടിപൊളിയായിട്ട് ഒരു ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക, മല്ലിച്ചപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം.
വളരെ രസകരമായ ഒരു ലെമൺ റൈസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഉതിർന്ന് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യണം.